Hello friends, എല്ലാവർക്കും സെന്റർ ഫോർ സിഎസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അതിൽ ഷിഫ്റ്റ് റെഡ്യൂസും ഓപ്പറേറ്റർ പ്രസിഡൻസും ഒക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് LR പാഴ്സർ വിശദമായിട്ട് പഠിക്കുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ LR പാഴ്സർ എന്തായിരുന്നു? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുന്നു, എന്നിട്ട് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ റിവേഴ്സ് ഓർഡറിൽ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ LR പാഴ്സർ എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LR പാഴ്സർ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിങ്ങോ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിങ്ങിനോ കമ്പയർ ചെയ്യുമ്പോൾ LR പാഴ്സർ ആണ് വളരെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും സിന്റാക്റ്റിക് എററോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ LR പാഴ്സർ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. ഇനി സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചറിനകത്ത് നോക്കിയാൽ ഒരു സ്റ്റാക്ക് ഉണ്ട്, ഒരു ഇൻപുട്ട് ബഫർ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഒരു LR പാഴ്സർ വർക്ക് ചെയ്യുന്നത്. പാഴ്സിംഗ് ടേബിളിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്, ആക്ഷൻ ടേബിളും ഗോ ടു ടേബിളും. അപ്പൊ ആക്ഷൻ ടേബിളിൽ നമ്മൾ ടെർമിനൽസും കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഗോ ടു ടേബിളിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് നോൺ ടെർമിനൽ വാല്യൂസ് ആണ്. ഇനി കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷനകത്ത് ഫസ്റ്റ് കമ്പോണന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെയർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് സ്റ്റാക്കിന്റെ എലമെന്റും സെക്കൻഡ് കമ്പോണന്റ് ഇൻപുട്ടുമാണ്. അപ്പൊ ഈ കോൺഫിഗറേഷന് 4 ടൈപ്പ് മൂവ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഷിഫ്റ്റ് ആണ്, രണ്ടാമത്തത് റിഡ്യൂസ്, മൂന്നാമത്തത് അക്സെപ്റ്റ്, നാലാമത്തത് എറർ. അപ്പോൾ ഒരു ടെർമിനൽ കോമ്പിനേഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കറണ്ട് ഇൻപുട്ട് സിമ്പിളിനെ പാഴ്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകാൻ സാധിക്കും. അതാണ് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സർ ഒരു റിഡക്ഷൻ മൂവിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത കോൺഫിഗറേഷനിലേക്ക് പോകുന്നു. അക്സെപ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പാഴ്സിംഗ് കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പാഴ്സർ എന്ന് പറയുന്നു. ഇനി എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് ചെയ്യുന്നതിനിടയിൽ ഒരു എറർ എൻകൗണ്ടർ ചെയ്തു, അപ്പോൾ എറർ റിക്കവറി റുട്ടീനെ വിളിച്ചു. ഈ 4 ആക്ഷൻസ് ആണ് LR പാഴ്സിങ്ങിനകത്തുള്ളത്. ടൈപ്സ് ഓഫ് LR പാഴ്സർ 3 ടൈപ്പ് ആണുള്ളത്: SLR, CLR, LALR. അപ്പോൾ SLR എന്ന് പറയുമ്പോൾ അതിനെ സിമ്പിൾ ലെഫ്റ്റ് റൈറ്റ് പാഴ്സർ അല്ലെങ്കിൽ LR0 പാഴ്സർ എന്ന് പറയും. CLRനെ കാനോനിക്കൽ LR അല്ലെങ്കിൽ LR1 എന്ന് പറയുന്നു. LALRന്റെ മറ്റൊരു പേര് LookAhead LR Parser. അതിൽ നമുക്ക് ആദ്യം സിമ്പിൾ LR നോക്കാം. അപ്പോൾ ഒരു LR0 ഐറ്റം, ഒരു ഗ്രാമർ ജിയുടെ LR0 ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രാമറിലെ പ്രൊഡക്ഷൻസ് റൈറ്റ് സൈഡിൽ ഒരു ഡോട്ട് എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് LR0 ഐറ്റംസ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ക്ലോഷറും ഗോറ്റുമാണ് പാഴ്സിങ്ങിൽ കണ്ടുപിടിക്കേണ്ടത്. ഐ റെപ്രസെന്റ് ചെയ്യുന്നത് ഐറ്റം എന്നുള്ളതാണ്. അപ്പോൾ എവറി ഐറ്റം ഇൻ ഐ ഈസ് ഇൻ ക്ലോഷർ ഓഫ് ഐ. അപ്പോൾ ഒരു എലമെന്റിന്റെ ക്ലോഷർ കണ്ടുപിടിച്ചാൽ ആ എലമെന്റ് തന്നെ ആയിരിക്കും അതിന്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്. അതാണ് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2ൽ പറയുന്നത് എ ഗിവ്സ് ആൽഫ ഡോട്ട് ബി ബീറ്റ എന്നൊരു ഫോർമാറ്റിലെ എലമെന്റ് ക്ലോഷർ ഓഫ് ഐക്കകത്ത് ഉണ്ട് എങ്കിൽ അതിനകത്ത് ബി ഗിവ്സ് ഗാമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനും ഉണ്ട് എങ്കിൽ നമുക്ക് ബി ഗിവ്സ് ഡോട്ട് ഗാമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ആ ക്ലോഷറിന്റെ ഐറ്റം സെറ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ക്ലോഷറിന്റെ ഉപയോഗിച്ച് ഐറ്റം സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഗോ ടു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം സെറ്റിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ ക്ലോഷർ ഓഫ് എ ഗിവ്സ് ആൽഫ എക്സ് ഡോട്ട് ബീറ്റ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഐ എന്ന് പറയുന്ന ഐറ്റം സെറ്റിൽ എ ഗിവ്സ് ആൽഫ ഡോട്ട് എക്സ് ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എന്നാണെങ്കിൽ ആ എലമെന്റിന്റെ ക്ലോഷർ ഓഫ് എ ഗിവ്സ് ആൽഫ എക്സ് ഡോട്ട് ബീറ്റ എന്ന എലമെന്റ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത് കനോനിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. നമ്മുടെ സിമ്പിൾ LRന്റെ
ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഓഗ്മെന്റഡ് ഗ്രാമർ ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നത് നമ്മുടെ LR0 ഐറ്റംസ് ആണ്. അതിനെ നമ്മൾ സി എന്ന് വിളിക്കുന്നു. നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് സി ഓൾഡ് എന്നും സി ന്യൂ എന്നും പറയുന്ന രണ്ട് സെറ്റുകളാണ്. അപ്പൊ സി ഓൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ നൾ സെറ്റ് ആണ്, അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ സി ന്യൂ എന്ന് പറയുന്ന സെറ്റിലേക്ക് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമറിനെ എസ് ഡാഷ് ഗിവ്സ് ഡോട്ട് എസ് എന്ന ഫോർമാറ്റിൽ, അതായത് ഓഗ്മെന്റഡ് ഗ്രാമർ എന്താണോ, ഇപ്പൊ എ ആണെങ്കിൽ എ ഡാഷ് ഗിവ്സ് ഡോട്ട് എ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഓൾഡ് സെറ്റും ന്യൂ സെറ്റും ഈക്വൽ അല്ല എന്നാണെങ്കിൽ ടെമ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പററി സ്പേസിലേക്ക് നമ്മുടെ സി ന്യൂ മൈനസ് സി ഓൾഡ് എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഴയ സെറ്റ് പുതിയ സെറ്റിന്റെ വാല്യൂസിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇനി ടെമ്പററി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആ സെറ്റിനകത്ത് ഐ എന്ന് പറയുന്ന എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിനെ എല്ലാം താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്യുക. ഇനി ആ ഐ എന്ന് പറയുന്ന സെറ്റിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഗോ ടു കണ്ടുപിടിക്കുക. ഗോ ടു എന്ന് പറയുന്നത് എം ടി അല്ല, സി ന്യൂക്കകത്തുള്ള എലമെന്റും അല്ല എന്നാണെങ്കിൽ ആ കണ്ടുപിടിച്ച പുതിയ എലമെന്റിനെ സി ന്യൂവിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ സി ന്യൂ എന്ന് പറയുന്ന ഒരു സെറ്റ് ഫൈനലൈസ് ചെയ്ത് കിട്ടും. അതിനെ നമ്മൾ ഫൈനൽ സെറ്റായ സി ആയിട്ട് മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മൾ അടുത്ത വീഡിയോസിൽ പ്രോബ്ലം ചെയ്യും. ഇനി LR0യുടെ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞു രണ്ട് പാർട്ടാണുള്ളത്, ആക്ഷൻ പാർട്ടും ആക്ഷൻ ടേബിളും ഗോ ടു ടേബിളും. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഉണ്ട് എങ്കിൽ അപ്പൊ ഗോ ടു ഓഫ് ഐ എ കണ്ടുപിടിച്ചാൽ ഐ ജെ എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടും എന്നാണെങ്കിൽ ടേബിളിലേക്ക് ഐ എയുടെ കോമ്പിനേഷൻ കിട്ടുന്ന ആ ഐ ജെ എന്ന് പറയുന്ന വാല്യൂവിനെ എസ് ജെ എന്ന വാല്യൂ ആയിട്ട് എൻ്റർ ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ LR0 ഐറ്റംസിൽ എ ഗിവ്സ് ആൽഫ ഡോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഡോട്ട് കഴിഞ്ഞ് മറ്റൊരു എലമെന്റും വരുന്നില്ല എങ്കിൽ ആ എ എന്ന് പറയുന്ന എലമെന്റ് എന്റെ ഓഗ്മെന്റഡ് ഗ്രാമർ അല്ല എങ്കിൽ, എസ് ഡാഷ് അല്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ ടെർമിനൽ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് എ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് ഗ്രാമർ അല്ല എങ്കിൽ ആ എയുടെ ഫോളോ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കിട്ടിയ സെറ്റ് ഐ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എനിക്ക് കിട്ടിയ സെറ്റ് ഏതാണ് എന്നുള്ളത് നോക്കുക. എത്രാമത്തെ പ്രൊഡക്ഷൻ ആണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എത്രാമത്തെ പ്രൊഡക്ഷൻ ആണെന്ന് നോക്കുക. അതാണ് ഇവിടെ കെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ നമ്പർ ആ ടേബിളിലേക്ക് ആർ സഫിക്സ് ആ നമ്പർ എഴുതുക. ഇപ്പൊ ഒന്നാമത്തെ പ്രൊഡക്ഷൻ ആണ് എനിക്ക് ആ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഒന്നാമത്തെ പ്രൊഡക്ഷൻ ആണ് എനിക്ക് കിട്ടിയ ഉത്തരത്തിലുള്ളത് എങ്കിൽ ഞാൻ ടേബിളിൽ R1 എന്ന് എഴുതുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ലാസ്റ്റ് ആയിട്ട് $i, എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എനിക്ക് വരുന്നുണ്ട് എങ്കിൽ ആ സെറ്റിനകത്ത് എസ് ഡാഷ് ഗിവ്സ് എസ് ഡോട്ട് എന്നാണ് എലമെന്റ് എങ്കിൽ അതിനകത്ത് അക്സെപ്റ്റ് എന്നുള്ള വാല്യൂ എഴുതുക. അപ്പൊ ഇതിനകത്ത് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ ഗോ ടു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോൺ ടെർമിനലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നോൺ ടെർമിനൽ വെച്ചിട്ട് നമ്മുടെ ഐ കോമ്പിനേഷനിൽ ഐ ജെ എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടിയാൽ ആ സെറ്റിന്റെ സഫിക്സിൽ വരുന്ന ജെ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ആ നമ്പറാണ് നമ്മുടെ ഗോ ടു പാർട്ടിലേക്ക് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത് CLR അല്ലെങ്കിൽ കനോണിക്കൽ LR എന്ന് പറയുന്നത് നമ്മുടെ SLR പോലെ തന്നെയാണ് ഇതിന്റെയും റൂൾസ്. ആദ്യം ഒരു ഐറ്റം ഉണ്ട്, ആ ഐറ്റത്തിന്റെ ക്ലോഷർ കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അവിടെ എ ഗിവ്സ് ആൽഫ ഡോട്ട് ബി ബീറ്റ എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ടെർമിനൽ കൂടി അതിന്റെ കൂടെ പാർട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എ ഗിവ്സ് ആൽഫ ഡോട്ട് ബി ബീറ്റ എ എന്നാണ് എങ്കിൽ അതിന്റെ തന്ന പ്രൊഡക്ഷനിൽ ബി ഗിവ്സ് ഗാമ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൂടി ഉണ്ട് എങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ SLRൽ b gives dot gamma വരെ ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കോമ b എന്ന് പറയുന്ന ഒരു ടെർമിനൽ കൂടി ചേർത്ത് വേണം നമ്മുടെ പ്രൊഡക്ഷൻ ആഡ് ചെയ്യാനായിട്ട്. ആ ടെർമിനൽ b കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ബീറ്റ എ ചെയ്യുമ്പോൾ ആ b കിട്ടും. ഇനി ഗോ ടു കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a gives alpha dot x beta കോമ എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ i എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ i കോമ എക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഗോ ടു കണ്ടുപിടിക്കുമ്പോൾ ക്ലോഷർ കണ്ടുപിടിക്കേണ്ടത് a gives alpha x dot beta കോമ a എന്ന് പറയുന്ന വാല്യൂ ആയിട്ടാണ്. അപ്പൊ ഇനി LR1 ഐറ്റംസിന്റെ കാനോനിക്കൽ കളക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്ത SLRന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഓഗ്മെന്റഡ് ഗ്രാമർ ആണ്. ഔട്ട്പുട്ട് കാനോനിക്കൽ കളക്ഷൻ ഓഫ് LR1 ഐറ്റംസ് ആണ്. നമ്മുടെ C old എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. S dash gives dot s വരെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരുന്നിട്ടുള്ളൂ. ഇവിടെ കോമ ഡോളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് C new എന്ന് പറയുന്ന സെറ്റിലേക്ക്. ദെൻ C oldഉം C newഉം സെയിം ആണോ എന്ന് നോക്കും. അല്ല എങ്കിൽ നമ്മൾ ടെമ്പിലേക്ക് C new മൈനസ് C old എന്ന് പറയുന്ന മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം C oldനെ C new വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ടെമ്പിനകത്തുള്ള ഓരോ i എന്ന് പറയുന്ന എലമെന്റിനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗോ ടു ഓഫ് i x എന്ന് പറയുന്ന കോമ്പിനേഷൻ എം ടി ആണോ എന്ന് നോക്കും. അപ്പൊ എം ടി അല്ല, C newനകത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആ കിട്ടിയ വാല്യൂനെ ഗോ ടു ഓഫ് ix എന്ന് പറയുന്ന വാല്യൂ C newയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന സെറ്റിനെ നമ്മൾ ഫൈനൽ റിസൾട്ട് ആയ C ആയിട്ട് എഴുതും. ഇനി LR1 പാഴ്സിംഗ് ടേബിൾ ആണ്. അപ്പൊ LR1 പാഴ്സിംഗ് ടേബിളിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ടേബിൾ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് i കോമ a എന്ന് പറയുന്ന കോമ്പിനേഷന്റെ ഗോ ടു കണ്ടുപിടിക്കുമ്പോൾ ij എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടുന്നു എങ്കിൽ ആ ij എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ടേബിളിനകത്ത് എങ്ങനെ എഴുതും? ആക്ഷൻ പാർട്ടിനകത്താണ് എഴുതേണ്ടത്. sj എന്ന് എഴുതും. a gives alpha dot comma a എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയ ഐറ്റം സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. അതിൽ a എന്ന് പറയുന്നത് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ ആയ s dash അല്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ എയുടെ ഫോളോ കണ്ടുപിടിക്കുക. ആ എയുടെ ഫോളോ കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂസ് ഏതാണോ ആ പ്രൊഡക്ഷന്റെ ടേബിളിനകത്തുള്ള എൻട്രിയിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അതിന്റെ നമ്പർ എത്രയാണോ അതാണ് ഇവിടെ k വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ നമ്പർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. ഇപ്പൊ R2 ആണ്, രണ്ടാമത്തെ പ്രൊഡക്ഷൻ ആണ് ഉത്തരം കിട്ടിയതെങ്കിൽ R2 എന്ന് എഴുതുക. ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് s dash gives s dot comma dollar എന്നുള്ള പ്രൊഡക്ഷൻ ആണ് എങ്കിൽ അതിൽ i comma dollar എന്ന് പറയുന്ന കോമ്പിനേഷൻ വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് സ്റ്റേറ്റ് പാഴ്സിംഗ് കംപ്ലീറ്റ് ആയി എന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഗോ ടു ആണെങ്കിൽ നമ്മൾ നോൺ ടെർമിനലിന്റെ കേസിലാണ് പറയുന്നത്. i കോമ നോൺ ടെർമിനൽ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഗോ ടു കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ij എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടിയെങ്കിൽ അതിൽ ടേബിൾ എൻട്രി ചെയ്യുന്നത് j എന്ന് പറയുന്ന ആ നമ്പർ മാത്രമായിരിക്കണം. അത് എൻട്രി ചെയ്യുന്നത് ഗോ ടു പാർട്ടിലായിരിക്കും. ഇനി അടുത്ത് LALR ആണ്. LALR എന്ന് പറയുന്നത് LookAhead LR തന്നെയാണ്. CLRന്റെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ LALRൽ ചെയ്യുന്നത്. CLR ടേബിൾ വരെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ആ CLR ടേബിളിനെ കോമൺ എലമെന്റ്സിനെ എല്ലാം കമ്പൈൻ ചെയ്ത് സിംഗിൾ എലമെന്റ് ആക്കി മാറ്റി ടേബിളിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ LookAhead LR എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.